പണ്ട് നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ അട്ടപ്പാടിക്ക് വന്ന സമയത്ത് അവർക്ക് ആലപ്പുഴയിൽ നല്ല പാടവും ഒരുപാട് നെല്ലൊക്കെ ഉള്ള സ്ഥലത്ത് നിന്നാണ് അട്ടപ്പാടിക്ക് വന്നത്. ഇവിടെ വന്ന സമയത്ത് ഫുള്ള് മൊട്ടക്കുന്നായിരുന്നു, സ്ഥലം മാത്രം വിലക്കുറവിൽ കിട്ടുമായിരുന്നു. അപ്പോൾ കൃഷി ചെയ്യാനായിട്ടാണ് ഇവർ ഇങ്ങോട്ട് പോകുന്നത്, നെൽകൃഷി അല്ലാത്ത കൃഷികൾ ചെയ്യാനായിട്ട്. ഇവിടെ വന്നപ്പോൾ വെറും മുളം കൂമ്പും മുളയുടെ കൂട്ടവും, വെറും മുള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വെള്ളവും ഉണ്ടായിരുന്നില്ല, മൊത്തത്തിലൊരു വരണ്ട പ്രദേശമായിരുന്നു. അവർ വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് കഴിക്കാനും ഒന്നുമില്ല, കുറേ കാലത്തോളം ഇങ്ങനെ പട്ടിണിയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയായിരുന്നു. ഈ വാഴ വിത്തൊക്കെ കഴിച്ച് ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. വാഴയുടെ പിണ്ടിയോ അല്ലെങ്കിൽ വാഴക്കൊലയോ അതിൻ്റെ ഉള്ളിൽ ഒന്നും കിട്ടാനില്ല, വെറും വാഴവിത്ത് മാത്രം പുഴിയും കഴിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഭക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനാവുന്നത് ചേന, ചേമ്പ്, കാച്ചിൽ അങ്ങനത്തെയാണ്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയൊക്കെ ഇത് ഒരുപാട് കഴിച്ച് വളർന്നവരാണ്. ഈ കപ്പയായാലും ചേനയായാലും ചേമ്പ്, കാച്ചിൽ ഇതൊക്കെ. അപ്പോൾ ഇവർ അതിൻ്റെ ഒരു ടേസ്റ്റിനെ പറ്റി പണ്ട് മുതലേ നമ്മൾ ചെറുപ്പം മുതലേ എപ്പോഴും ഇങ്ങനെ പറയും. നമ്മളാണെങ്കിലും കഴിക്കും, എന്നാലും നമുക്ക് വേറെയുള്ള ചിക്കനും ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് അത്ര ടേസ്റ്റ് അങ്ങോട്ട് ആ സമയത്തൊന്നും മനസ്സിലായില്ല. പിന്നെ അത് കഴിച്ച് നമുക്ക് ശീലമായപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഉള്ള ടേസ്റ്റ് അറിയുന്നത്. കോട്ടയത്തു നിന്ന് വന്ന ഉണ്ണിയേട്ടനെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഇതേ സാഹചര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവർ വളർന്നതും ഇതേ സാഹചര്യത്തിൽ തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ. അവിടെ ഇതൊക്കെ പറമ്പിൽ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം നട്ടിട്ടുണ്ട്, ഇവിടെ അതുപോലെ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ നമ്മളൊരു മുതിർന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള ടേസ്റ്റ്, കാന്താരിയിൽ മുക്കിയിട്ട് ആ ചേനയും ചേമ്പൊക്കെ കഴിക്കുന്നതിനുള്ള ടേസ്റ്റ് മനസ്സിലാവാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നൊരു ചേന ഒഴുങ്ങാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ചേന പറിച്ചെടുത്തു, ചെറിയ ചേനയാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള ചേന, ചെറിയ ചേനയാണ്. ഒരുപാട് വലിപ്പമുള്ളതിന് ടേസ്റ്റ് കുറവായിരിക്കും. നമുക്ക് ചേന പറിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇനി കൊണ്ടുപോയിട്ട് ചെത്തി വൃത്തിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ചേന പറിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇനി പോയിട്ട് ഇനി വൃത്തിയാക്കാം കേട്ടോ. പണ്ടുള്ളവരൊക്കെ താമസിച്ചിരുന്ന ഒരു വീടാണ്, ചാണകം മെഴുകി അല്ലെങ്കിൽ പുല്ല് മേഞ്ഞിട്ടുള്ളൊരു വീട്. ഇതിവിടെ നെല്ല് നമുക്കൊന്ന് മെതിച്ചെടുക്കാനായിട്ട് ചെയ്തിരുന്ന ഒരു കുഞ്ഞു ഷെഡാണ്, ഒരു നെല്ലിയുടെ ചുറ്റുമായിട്ട് ചെയ്തിരുന്നത്. ഇപ്പം നെല്ല് കഴിഞ്ഞ് അവരുടെ പണി കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ മറവയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി നെല്ല് കുറച്ചുകൂടെ ഉണങ്ങാനായിട്ടിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് നല്ല മഴക്കാറൊക്കെ ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉള്ളിലും കുറച്ച് പുറത്തൊക്കെ ആയിട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ നല്ല കോടയും മഴക്കാറൊക്കെ ആയിരുന്നു, ഇപ്പോൾ പക്ഷെ വെയിലുണ്ട്. നമുക്ക് നേരെ നമ്മുടെ തോട്ടിലോട്ട് പോകാവേ. ചേന നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. ചേനയുടെ ചുറ്റും നല്ലപോലെ മണ്ണുണ്ട്. അപ്പോൾ ചെത്തുന്നതിന് മുന്നേ ചേന ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ചെത്താന്ന് വിചാരിച്ചു. ഞാൻ ചെത്തി കഴിഞ്ഞാൽ എനിക്ക് ഉള്ളിലോട്ടൊന്നും അധികം മണ്ണാവത്തില്ല. തോട്ടിലോട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഒരുവിധം മണ്ണൊക്കെ അങ്ങ് പോകും. ചില മണ്ണ് അങ്ങനെ ഉറച്ചിരിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. ചേന നമ്മൾ മുറിക്കാനായിട്ട് പോവുകയാണേ. ചേനയുടെ ഈ ഒരു ഭാഗത്താണ് നല്ല ടേസ്റ്റ് ഉള്ളത് കിട്ടുക. അപ്പം നമ്മൾ മുറിക്കുമ്പോൾ ചേന നീളത്തിൽ മുറിക്കുവാണെങ്കിൽ എല്ലാവർക്കും നല്ല ടേസ്റ്റുള്ള കഷ്ണം എല്ലാ കഷ്ണത്തിലും ഉണ്ടാവും കേട്ടോ. അതിൽ ചില കഷ്ണങ്ങൾക്ക് മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചില കഷ്ണങ്ങൾക്ക് ടേസ്റ്റ് കുറവായിരിക്കും. നമുക്ക് കഷ്ണമായി മുറിച്ചെടുക്കുക. കത്തിക്ക് ഇച്ചിരി കൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇച്ചിരി നീളം കുറഞ്ഞ കത്തിയിപ്പോയി.
എനിക്ക് തൊട്ട് കൂട്ടാനുള്ള കാന്താരിയും കൂടെ പറിക്കുവാണെങ്കിൽ നമുക്ക് കാന്താരി ഉള്ളിയും കൂടെ വെച്ച് ഇടിക്കണം. കാന്താരി പറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് മൂപ്പ് കുറവുള്ള കാന്താരി വേണം പറിക്കാനായിട്ട്. ഇതെല്ലാം നല്ല മൂത്ത് കേട്ടോ, മൂപ്പ് കുറവുള്ളൊന്നുമില്ല. അപ്പോൾ ഒരുവിധം കൈ കിട്ടിയൊക്കെ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഡലി പാത്രത്തിലാണ് കേട്ടോ നമ്മുടെ ചേന പുഴുങ്ങാനായിട്ട് പോകുന്നത്. ഇഡലി പാത്രത്തിൽ ചേന പുഴുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെന്ത് കരിയും പോവില്ല, കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇഡലി പാത്രത്തിൽ പുഴുങ്ങുന്നേ നമുക്ക് ഒന്നും ആവി കയറി വരില്ല, ഒരു വെള്ളമൊക്കെ ആയിട്ടൊന്ന് മൊത്തത്തിലൊരു ഈർപ്പം അല്ല ഒരു ആവി കയറില്ല, ആവി തിങ്ങില്ല. ആ സമയമാകുമ്പോൾ ഉപ്പ് ഇങ്ങനെ മുകളിൽ കൂടി വിതറിയിട്ട് കൊടുത്താൽ മതി. അയ്യോ കാന്താരി ചമ്മന്തി അരയ്ക്കാനായിട്ട് കാന്താരിയും പിന്നെ അതിൽ കൂട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാന്താരി നന്നായിട്ട് അരഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് അരച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടുമേ. ഇതാ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കാന്താരിയിൽ കുറച്ച് നന്നായിട്ട് എണ്ണ വേണം, നല്ല എരിവുള്ള കാന്താരിയാണ്. അതുപോലെ മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് ചമ്മന്തിയിൽ കുറച്ച് എണ്ണ ഒഴിക്കട്ടെ. മുളകും പുളിയൊക്കെ വെച്ചിട്ടുള്ള ചമ്മന്തിയാ. ചേനയിലോട്ട് കഴിക്കാനായിട്ട് കാന്താരി നമുക്ക് കുറച്ച് അധികം എടുക്കാം കേട്ടോ. കാന്താരിയാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മൾ നമ്മുടെ ഉണക്ക മുളക് ചമ്മന്തി അരച്ചത് അതും എടുക്കുന്നുണ്ട്. നമുക്കിവിടെ ഇട്ടിടാം. നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടായിട്ട് നമ്മൾ കഴിക്കാനായിട്ട് വേണേ. ലൈറ്റ് ഇപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് വെച്ചപ്പോഴത്തേക്ക് ചെറിയ പ്രാണികളൊക്കെ വരുന്നുണ്ട് ഇപ്പം ഇങ്ങോട്ട്. വേഗം കഴിക്കട്ടെ. നല്ല ചൂടാട്ടോ, രക്ഷയില്ല. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നമ്മളൊന്ന് തിളച്ച് വന്ന സമയത്ത് ഇതിൽ ഉപ്പിട്ടായിരുന്നേ, അല്ലെങ്കിൽ ആവി കയറിയ സമയത്ത് കുറച്ച് കാന്താരി കുറച്ച് മുളക് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയായിട്ട്. അമ്മേനെയും കുഞ്ഞിനെയൊക്കെ വിളിക്കട്ടെ കഴിക്കാനായിട്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം. എന്തായാലും നല്ല ചൂടാണ് ഇപ്പോൾ കഴിക്കാം. ചായയും വെച്ചിട്ടുണ്ട്, ചായയും കൂടെ കുടിക്കാം. ചായ എടുത്ത് എൻ്റെ മേത്തിൽ കൂടെ ഒഴിച്ചു കുഞ്ഞ്. എന്നിട്ട് കരയും, ഉറക്കം വരുന്നുണ്ട് ആൾക്ക്. അപ്പോൾ ഉറക്കണം ഇനി. ചേന കഴിക്കുക. നല്ല വാനിലിട്ട നല്ല ചായ ആയിരുന്നു കേട്ടോ. അതാണ് എൻ്റെ മേത്തിൽ കൂടെ ഒഴിച്ചത്. നല്ല ചോക്ലേറ്റിന്റെ മണമുള്ള ചായ. കരയില്ലോ അമ്മ വത്താനും പയ്യട്ടെ. അങ്ങോട്ട് ആയപ്പോ തന്നെ പോയത്. സാരമില്ലായിട്ട് അമ്മ കുളിക്കാ. വാനില ചായ എൻ്റെ മേത്തിൽ കൂടെ കൊണ്ടുവന്ന് ഒഴിച്ചു. നല്ല വാനില ചായ കേട്ടോ. നല്ല എന്താ ചോക്ലേറ്റ് മണമുള്ള വാനില. നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാ. ചായയിലാണ് ഇട്ട്, കാപ്പിയിലിട്ട് അടിപൊളിയാണ്. ചായയിൽ ഞങ്ങൾ കൂടുതലും ചായ കുടിക്കുന്നുണ്ട്. ചായയിലായിട്ട് ഇട്ട് നല്ല ചോക്ലേറ്റിന്റെ മണമൊക്കെ ഉള്ള ചായ കുഞ്ഞെടുത്തിട്ട് എൻ്റെ മേത്തിൽ കൂടെ ഒഴിച്ചു വിട്ടു. ചേന വന്നാൽ നല്ലതായിരുന്നു. ചേനന് ഭയങ്കര ഉപ്പല്ലേ. നല്ല അടിപൊളി വാനില ചായ ആയിരുന്നു. വാനില ചായയും നമ്മുടെ ചേനയും കാന്താരിയും മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അവിടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.